കർണാടകയിൽ ഇപ്പോൾ കരുത്താർക്ക് എന്നതാണ് ഇനി അറിയാനുള്ളത്. ഈ രണ്ടാം ഘട്ടത്തിൽ കർണാടകത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ എത്രയാണ് എന്ന് നോക്കാം. ആകെ 28-ൽ 14 ലോക്സഭാ മണ്ഡലങ്ങൾ മത്സരിക്കുകയാണ്. ഇത്തവണ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്, ജനവിധിയിലേക്ക് പോവുകയാണ്. സതീഷ്, വളരെ നിർണായകമാണ് ആ മേഖലകൾ. 28-ൽ 14 എന്ന് പറയുമ്പോൾ കൃത്യം അതെ, പകുതി. രാജീവ്, ഏതൊക്കെ മേഖലകൾ, ആരുടെയൊക്കെ ശക്തി കേന്ദ്രങ്ങൾ, അതാണ് ആ മേഖലയെക്കുറിച്ച് അറിയാനുള്ളത്, ഈ 14 ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച്. ശരത്, കർണാടകയുടെ കാര്യം പറയുമ്പോൾ ദക്ഷിണേന്ത്യയിൽ BJP അധികാരത്തിലെത്തിയ ഏക സംസ്ഥാനം കർണാടകയാണ്. BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. പക്ഷേ 2009-ഉം 2014-മായി നോക്കുമ്പോൾ തന്നെ BJPക്ക് നേട്ടം കുറഞ്ഞു വരുന്ന ഒരു മണ്ഡലമാണ്. 2009-നേക്കാൾ 2 സീറ്റ് നഷ്ടം 2014-ലെ തെരഞ്ഞെടുപ്പിലുണ്ടായി. 2014-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രത്യേക സാഹചര്യം കോൺഗ്രസും JDS-ഉം തമ്മിലുണ്ടായിട്ടുള്ള സഖ്യമാണ്. അത് BJP എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് പ്രധാനമായും BJPയും കോൺഗ്രസും ഒക്കെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. നമുക്ക് ആദ്യം തന്നെ ഈ മൊത്തം കർണാടകയിലെ രണ്ടാമത്തെ ഘട്ടത്തിൽ, അതായത് ഈ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് നോക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ കർണാടകത്തെ 2 നോക്കുമ്പോൾ 14 മണ്ഡലങ്ങൾ ബാക്കിയുണ്ട്. 14 മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ നേട്ടം, കഴിഞ്ഞ തവണ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു മേഖലയാണ്. കോൺഗ്രസിനും അതുപോലെ തന്നെ JDS-നും ഒക്കെ ശക്തിയുള്ള മാണ്ഡ്യ, അതുപോലെ തന്നെ ഹസൻ, ഈ 2 മണ്ഡലങ്ങളാണ്. മാണ്ഡ്യയും ഹസനും ജനതാദൾ എസിന് ഒരു നിർണായകമായ സ്വാധീനമുള്ളത്. ഇതാണ് ബാംഗ്ലൂർ മണ്ഡലങ്ങൾ. ബാംഗ്ലൂർ മണ്ഡലങ്ങൾ 3ഉം കഴിഞ്ഞ തവണ BJPയാണ് വിജയിച്ചത്. അതിനോടൊപ്പം തന്നെ ദക്ഷിണ കന്നഡ, ഇത് നമ്മുടെ മംഗലാപുരത്തോട് ചേർന്ന് കിടക്കുന്ന നളിൻ കുമാർ കാട്ടീൽ വിജയിച്ച ദക്ഷിണ കന്നഡ, അതുപോലെ തന്നെ മൈസൂർ, മറ്റൊരു മണ്ഡലമായ ഉടുപ്പി ചിക്മംഗ്ലൂർ, ഇവിടെ 3 BJP വിജയിച്ചത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളാണ് നാളെ കർണാടകത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ കർണാടകം വിധിയെഴുതാൻ പോകുമ്പോൾ JDS-ന് ദേവഗൌഡയ്ക്ക് വലിയ സ്വാധീനമുള്ള മേഖലകൾ, അതുപോലെ തന്നെ തീരമേഖലയുടെ 2 ലോക്സഭാ മണ്ഡലങ്ങൾ BJPക്ക് വലിയ സ്വാധീനമുള്ളത്. അതേക്കുറിച്ചാണ് രാജീവ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇനി ഒട്ടേറെ പ്രമുഖർ മത്സരിക്കുന്നു എന്നാണ് സതീഷ്. ബാംഗ്ലൂർ സെൻട്രൽ നോക്കിയാൽ, ബാംഗ്ലൂർ സെൻട്രലിൽ തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകാശ് രാജ് മത്സരിക്കുന്നത് ബാംഗ്ലൂർ സെൻട്രലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏറ്റവും വലിയ മോദി വിമർശകൻ. ഒരുപക്ഷെ പ്രകാശ് രാജിനെ കുറിച്ച് പറയുമ്പോൾ മലയാളികൾക്ക് വളരെ പരിചിതനായ, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ പരിചിതമായ ഒരു അവസ്ഥയിലേക്ക് ഈ പ്രകാശ് രാജ് എത്തിയത് തന്നെ ഇപ്പോൾ ശരത് സൂചിപ്പിച്ചതുപോലെ മോദിയുടെ വിമർശനം കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഗൗരി ലങ്കേഷിന്റെ മരണവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള വർഗീയ അസ്വസ്ഥതകളും ഒക്കെ രാജ്യത്തെ ഏറ്റവും ഉന്നയിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുന്നത് നിശ്ചയമായും സദാനന്ദ ഗൗഡയാണ്. സദാനന്ദ ഗൗഡ ബാംഗ്ലൂർ നോർത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. സദാനന്ദ ഗൗഡ കൃത്യമായി നമ്മൾ നേരത്തെ നിയമമന്ത്രി, റെയിൽവേ മന്ത്രി, അങ്ങനെ കേന്ദ്ര മന്ത്രിസഭയിലെ വളരെ പ്രധാനപ്പെട്ട മലയാളം സംസാരിക്കുന്ന ഒരു നേതാവ്, അല്ലെങ്കിൽ മലയാളം പറയാൻ പറ്റുന്ന, മലയാളം നന്നായിട്ട് മനസ്സിലാക്കും, മലയാളം അത്യാവശ്യം പറയും, അങ്ങനെ പറ്റുന്ന ഒരു നേതാവ്. ആ രീതിയിൽ നോക്കുമ്പോൾ സദാനന്ദ ഗൗഡ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമോ? അദ്ദേഹത്തിൻ്റെ വലിയ തോതിലുള്ള ഒരു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള വികാരം വളരെ ശക്തമാണ് എന്നുള്ള വാദങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് കാണേണ്ടി വരും. ഇതിനിടയിൽ ഒരാളെ മറന്നുപോകാനേ ആകില്ല സതീഷ്. തുംകൂർ മത്സരിക്കുന്നത് സാക്ഷാൽ ദേവഗൌഡയാണ്. തീർച്ചയായും. കാരണം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി. എല്ലാ കാലത്തും ദേശീയ രാഷ്ട്രീയത്തിലെ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങളും, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി പദത്തിൽ പോലും എത്തിച്ചേർന്ന ഒരു നേതാവ്. ഇപ്പോഴും ഈ പ്രായത്തിലും അദ്ദേഹം വളരെ സജീവമായി ഈ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നു, അതിലെ ചരട് വലിക്കുന്നു, അതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ. ഇതാണ്. പലയിടങ്ങളിലും കോൺഗ്രസും BJPയും നേർക്കുനേർ പോരാടുന്നു. കർണാടകയിൽ ഇപ്പോൾ ആർക്കാണ് ഏറ്റവും വലിയ സ്വാധീനം? മഹാരാഷ്ട്രയിൽ BJP സേനയ്ക്കെതിരെ കോൺഗ്രസ് മുന്നോട്ട് വരുമോ? തമിഴ്നാടിൻ്റെ മുന്നോട്ടുള്ള രാഷ്ട്രീയത്തിൽ ആർക്കായിരിക്കും ആധിപത്യം? വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വിധിയെഴുത്താർക്കൊപ്പം ഒഡീഷ, അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങൾ, 95 ലോക്സഭാ മണ്ഡലങ്ങൾ. ആ നിലയിൽ 12 സംസ്ഥാനങ്ങളിലെ 95 ലോക്സഭാ മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതുന്നതിന് മുന്നോടിയായാണ് ഈ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള, മത്സരിക്കുന്ന പ്രമുഖരെക്കുറിച്ചുള്ള അവിടുത്തെ മുൻ ജനവിധികളുടെ കൃത്യമായ പരിശോധനകളും ഒക്കെ അടങ്ങിയ പോളിംഗ് ബൂത്തിലേക്ക് 2ാം ഘട്ടം എന്ന ഈ പരിപാടി കഴിഞ്ഞ 1 മണിക്കൂറായി പ്രേക്ഷകർ കണ്ട് അവസാനിക്കും. നമസ്കാരം.